അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. أعوذ بالله من الشيطان الرجيم. وإذ قال إبراهيم رب أرني كيف تحيي الموتى قال أولم تؤمن قال بلى ولكن ليطمئن قلبي قال فخذ أربعة من الطير فصرهن إليك ثم اجعل على كل جبل منهن جزءا ثم ادعوهن يأتينك سعيا വഅലം അന്നല്ലാഹ അസീസുൻ ഹകീം. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിൻ അസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറ ബഖറയിലെ 261 വചനത്തിൽ അല്ലാഹു തആല പറയുന്നു, വഇദ് ഖാല ഇബ്രാഹിം, ഇബ്രാഹിം പറഞ്ഞ സന്ദർഭം ഓർക്കുക. വഇദ് ഖാല ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ ആ സംഭവം, ആ വാർത്ത, അത് സംബന്ധമായി നിങ്ങൾ സ്മരിക്കുക. റബ്ബി, എൻ്റെ രക്ഷിതാവേ, അരിനി, എനിക്ക് നീ കാണിച്ചു തരണമേ, കൈഫ തുഹീൽ മൗത്ത, കൈഫ എങ്ങനെയാണ്, തുഹീ നീ ജീവിപ്പിക്കുന്നത്, അൽ മൗത്ത മരണപ്പെട്ടവരെ, മരിച്ചവരെ നീ ജീവിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്ന് എനിക്ക് കാണിച്ചു തരണമേ. റബ്ബി അരിനി കൈഫ തുഹീൽ മൗത്ത. കാല, അപ്പോൾ അല്ലാഹു തആല അദ്ദേഹത്തോട് ചോദിച്ചു, അവലം തുഅ്മിൻ, നീ വിശ്വസിച്ചിട്ടില്ലേ? അവലം തുഅ്മിൻ, അങ്ങനെ മരിച്ചവരെ ജീവിപ്പിക്കുവാൻ കഴിയും എന്നത് സംബന്ധമായിട്ട് നീ വിശ്വസിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബല, അതെ, വിശ്വസിച്ചിട്ടുണ്ട്. അങ്ങ് അല്ലാഹു തആല മരിച്ചവരെ ജീവിപ്പിക്കുന്നവനാണ് എന്ന് വിശ്വസിച്ചിട്ടുണ്ട്. വലാക്കിൻ, എന്നാൽ, ലിയത്മഇന്ന ഖൽബി, എൻ്റെ ഹൃദയം ഒന്ന് സമാധാനത്തിലാകുന്നതിന് വേണ്ടിയല്ല ആയിട്ടാണ്. വിശ്വസിച്ചിട്ടുണ്ട്, പക്ഷേ ഒരു ഹൃദയ സാന്നിധ്യം ഈ കാര്യത്തിൽ ഒരു ഉറപ്പ് ലഭിക്കുന്നതിന് ഇത് കൂടി കണ്ടാൽ നന്നായിരിക്കുമെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നു. ലിയത്മഇന്ന ഖൽബി. ഖാല, അപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, ഫഖുദ് അർബഅതൻ മിനത് തൈരി, ഖുദ് നീ പിടിക്കുക, അർബഅതൻ 4 എണ്ണത്തെ, മിനത് തൈരി പക്ഷിയിൽ നിന്ന്, അപ്പോൾ ഒരു 4 പക്ഷിയെ നീ പിടിക്കുക. ഫസുർഹുന്ന, അവയെ നീ നിന്നിലേക്ക് കൂട്ടിച്ചേർക്കുക.
ഇലയിക്ക നിന്നിലേക്ക്, സുമ്മ ജാൽ അങ്ങനെ നിന്നോട് ചേർത്ത് നിർത്തുക ആ 4 പക്ഷികളെ, സുമ്മ ജാൽ അലാ കുല്ലി ജബലിൻ എന്നിട്ട് അവയെ പർവ്വതങ്ങളിലേക്ക് വിടുക, മിൻ ഹുന്ന ജുസുകൻ അവയെ ഓരോന്നായി ഓരോ പർവ്വതങ്ങളിലേക്ക് പറത്തി വിടുക, സുമ്മുദുഹുന്ന എന്നിട്ടവയെ നീ വിളിക്കുക, യഅ്തീനക നിൻ്റെ അടുത്തേക്ക് അവ വരുന്നതാണ്, സഅയൻ ഓടിക്കൊണ്ട് അവ നിന്നിലേക്ക് വരും, യഅ്തീനക അവ നിന്നിലേക്ക് വരും, സഅയൻ ഓടിക്കൊണ്ട് ധൃതിയിൽ, വഅലം നീ അറിയുക അന്നല്ലാഹ അസീസുൻ ഹക്കീം നിശ്ചയമായും അല്ലാഹു തആല അസീസുൻ പ്രതാപമുള്ളവനും ഹക്കീമുൻ അതിബുദ്ധിമാനുമാണ്. ഈ കാര്യം നമ്മളിപ്പോൾ ഈ വചനത്തിൽ ഇങ്ങനെ വായിക്കുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കാര്യമായ വിശദീകരണം ലഭിക്കുന്നില്ല എങ്കിൽ ഇതിൻ്റെ അർത്ഥവും വ്യാപ്തിയും മനുഷ്യർക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുകയില്ല. നമുക്ക് നോക്കാം ഹസ്രത്ത് ഖലീഫത്തുള്ള ഇത് സംബന്ധമായിട്ട് പറയുന്ന കാര്യം. ദിസ് വേഴ്സ് ഈസ് ഈ വചനം യെറ്റ് അനദർ ഇൻഡിക്കേഷൻ ഓഫ് ദ പവർ ഓഫ് അള്ളാഹ്, അല്ലാഹു തആലയുടെ ശക്തിപ്രഭാവത്തിൻ്റെ മറ്റൊരു സൂചനയാണ് ഈ വചനം. ദിസ് വേഴ്സ് ഈസ് യെറ്റ് അനദർ ഇൻഡിക്കേഷൻ ഓഫ് ദ പവർ ഓഫ് അള്ളാഹ്, അള്ളാഹുവിൽ നിക്ഷിപ്തമായിരിക്കുന്ന കഴിവുകളുടെ ഒരു സൂചന ആണ്, മറ്റൊരു സൂചനയാണ് ഈ വചനം നമുക്ക് പകർന്നു നൽകുന്നത്. എന്താണ് അല്ലാഹു തആലയ്ക്കുള്ള ഈ ശക്തി വിശേഷം? ടു റിവൈവ് ദ ഡെഡ്, മരണപ്പെട്ടവരെ ജീവിപ്പിക്കുക, മരിച്ചു പോയവരെ ജീവിപ്പിക്കുന്നത് എങ്ങനെയാണ്, പുനർജീവിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ അള്ളാഹുവിൻ്റെ കഴിവ് സംബന്ധമായ മറ്റൊരു സൂചനയാണ് ഈ വചനത്തിൽ നമുക്ക് ലഭിക്കുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാം ഇൻ ഹിംസെൽഫ് റെപ്രസെൻറ്റ്സ് എ നേഷൻ. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം സ്വയം ഒരു ജനതയെ പ്രതിനിധീകരിക്കുന്ന ആളാണ്. ആൻഡ് തസ് ഇബ്രാഹിം വാണ്ടഡ് ഫ്രം അല്ലാഹ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു ജനതയുണ്ട്. ആ ജനതയെ ശുദ്ധീകരിക്കുക, നവീകരിക്കുക, അള്ളാഹുവിലേക്ക് ചേർത്ത് നിർത്തുക എന്ന അതിമഹത്തായ അതിശ്രേഷ്ഠമായ അതിബുദ്ധിമുട്ടുള്ള ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളാണ് ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം. അപ്പോൾ എങ്ങനെയാണ് ഈ മരിച്ചു കിടക്കുന്ന, ഇത് വെറും നമ്മുടെ ശാരീരികമായി മരണം സംഭവിച്ച ഒരവസ്ഥയല്ല ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആത്മീയമായി മരിച്ചു കിടക്കുന്നു, അവരെന്തൊക്കെയോ ധരിച്ചു വച്ചിരിക്കുന്നു, എന്നിട്ട് അത് ആത്മീയതയാണ് എന്ന് കരുതി അവർ ഇഹലോകത്ത് വഞ്ചിതരായി കിടക്കുകയാണ്. അവരെ യഥാർത്ഥമായിട്ട് നിന്നിലേക്ക് ചേർത്ത് നിർത്തുവാനുള്ള വഴി എന്താണ്? അതിനെക്കുറിച്ചാണ് ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം ഈ മരിച്ചവരെ എങ്ങനെയാണ് ജീവിപ്പിക്കുന്നതെന്ന് ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അഭിമുഖീകരിക്കുന്ന ജനത, ആൻഡ് തസ് ഇബ്രാഹിം അലൈഹിസ്സലാം വാണ്ടഡ് ഫ്രം അല്ലാഹ്, ആ ജനതയെ എങ്ങനെയാണ് സമുദ്ധരിക്കേണ്ടത് എന്നുള്ളത് സംബന്ധമായിട്ട് അല്ലാഹു തആലയിൽ നിന്നും ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഹിസ് നേഷൻ ആൻഡ് പ്രോജനി ബി സേഫ് ഗാഡ്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം തൻ്റെ മുന്നിലുള്ള ജനങ്ങളും അദ്ദേഹത്തിൻ്റെ സന്താന പരമ്പരയും സുരക്ഷിതരാകണം. അതിനുള്ള വഴി എന്താണ്? ഇപ്പോൾ അവർ മരിച്ചു കിടക്കുകയാണ്. തൻ്റെ മുമ്പിലുള്ള ജനതയും തൻ്റെ സന്താനങ്ങളും മരണവക്ത്രത്തിലാണ്. ഇവരെ എങ്ങനെയാണ് സുരക്ഷിതരാക്കിയെടുക്കാൻ പറ്റുന്നത് എന്നതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മുമ്പിലുണ്ടായിരുന്ന ചോദ്യം. Therefore he asked, അതുകൊണ്ട് അദ്ദേഹം ചോദിച്ചു,
ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിച്ചു, അല്ലാഹ് ടു ഷോ ഹിം, അദ്ദേഹത്തിനെ കാണിച്ചു കൊടുക്കുവാൻ, ഹൗ ഹി റിവൈവ്സ് ദ ഡെഡ്, ഈ മരിച്ചു കിടക്കുന്നവരെ എങ്ങനെയാണ് ജീവിപ്പിക്കുന്നത് എന്ന് ഒന്ന് കാണിച്ചു തരുവാൻ അല്ലാഹു തആലയോട് ആവശ്യപ്പെടുകയാണ്. ഫോർ പേഴ്സണലി ഹി ഡിഡ് നോട്ട് ഹാവ് എനി ഡൗട്ട്സ്, വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് ഇത് സംബന്ധമായി യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. ഫോർ പേഴ്സണലി ഹി ഡിഡ് നോട്ട് ഹാവ് എനി ഡൗട്ട്സ് അബൌട്ട് ദ വർക്ക്സ് ആൻഡ് ഡിഗ്രി ഓഫ് അല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും അള്ളാഹുവിൻ്റെ വിധികളെ സംബന്ധിച്ചും, അതുപോലെ കൺസേണിങ് ദ റിസറക്ഷൻ ഓഫ് ദ ഡെഡ്, മരണപ്പെട്ടവരുടെ ഉയർത്തെഴുന്നേൽപ്പ് സംബന്ധമായിട്ടും അദ്ദേഹത്തിന് ജനറലായിട്ട് യാതൊരു രീതിയിലുള്ള സംശയവും ഉണ്ടായിരുന്നില്ല. ഇൻ ദിസ് കേസ്, ഈ കാര്യത്തിൽ പിന്നെന്താണ് അല്ലാഹു തആലയോട് ചോദിക്കുന്നത്? ദ സ്പിരിച്വലി ഡെഡ്, ആത്മീയമായി മരിച്ചു കിടക്കുന്നവരുടെ അവസ്ഥയെക്കുറിച്ചാണ് ചോദിക്കുന്നത്. എങ്ങനെയാണ് അവരെ ജീവിപ്പിക്കുന്നതെന്ന്. ജനറലായിട്ടുള്ള ഓരോ മനുഷ്യനും മരിക്കുമെന്നും അവർക്ക് വീണ്ടും പുനർജനനം ഉണ്ട് എന്നും അങ്ങനെ അവരെ വിചാരണ നടത്തുമെന്നും സ്വർഗനരകാദികളിലേക്ക് പ്രവേശിക്കപ്പെടുന്ന ഈ അവസ്ഥാവിശേഷങ്ങളെക്കുറിച്ചൊന്നും അല്ലാഹു തആല രണ്ടാമത് ജീവിപ്പിക്കുന്നത് സംബന്ധമായിട്ട് ഇബ്രാഹിം നബിക്ക് അശേഷം സംശയമുണ്ടായിരുന്നില്ല. ഇവിടുത്തെ സംശയം ഇതാണ്, കൺസേണിങ് ദ റിസറക്ഷൻ ഓഫ് ദ ഡെഡ്, മരണപ്പെട്ടവരുടെ ധാരണത്തെക്കുറിച്ച് ഒരു സംശയവുമില്ല. ഇൻ ദിസ് കേസ്, ഇവിടെ സൂചിതമായിരിക്കുന്ന കാര്യത്തിൽ ദ സ്പിരിച്വലി ഡെഡ്, ആത്മീയമായി മരണപ്പെട്ട് കിടക്കുക എന്ന് പറഞ്ഞാൽ ഒന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. നല്ല ഒരു കാര്യവും പറഞ്ഞാൽ ഈ ആളുകൾക്ക് മനസ്സിലാകുന്നില്ല. എങ്ങനെ ഞാൻ ഇവരെ ജീവിപ്പിക്കും? മരണതുല്യമായി കിടക്കുകയാണ്. ഇതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ സങ്കടം. ബട്ട് ഹി വാണ്ടഡ് ടു ബിക്കം എ പേഴ്സണൽ വിറ്റ്നസ്. അപ്പോൾ ഈ ആത്മീയമായി മരിച്ചു കിടക്കുന്ന ഈ ആളുകളെ നന്മയിലേക്ക് കൊണ്ടുവരുവാൻ, നിന്നിലേക്ക് കൊണ്ടുവരുവാൻ, നിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് നിന്നെ ഇബാദത്ത് ചെയ്ത് കഴിയുന്നവരായിട്ട് പരസ്പരം സ്നേഹത്തോടെ സന്തോഷത്തോടെ കഴിയാൻ എന്താണ് വഴി എന്നുള്ളത് സംബന്ധമായിട്ടാണ് അദ്ദേഹം ആരായുന്നത്. ബട്ട് ഹി വാണ്ടഡ് ടു ബിക്കം എ പേഴ്സണൽ വിറ്റ്നസ്, അതിനൊരു വ്യക്തിപരമായ സാക്ഷ്യമായും അദ്ദേഹത്തിന് മാറണം. ടു ബിയർ വിറ്റ്നസ് ഓഫ് ദാറ്റ് ഫാക്ട്സ്, ഈ വസ്തുതയ്ക്ക് അദ്ദേഹം ഒരു സാക്ഷിയാവണം. ഹി വാണ്ടഡ് അല്ലാഹ് ടു ഷോ ഹിം, അതുകൊണ്ട് അദ്ദേഹം ആഗ്രഹിച്ചു അല്ലാഹു തആല അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കാൻ ഹൗ ഹി മേക്സ് എ ഫാളൻ നേഷൻ, തകർന്ന് തരിപ്പണമായി അധോഗതിയിൽ ആണ്ടുകിടക്കുന്ന ഒരു ജനസഞ്ചയത്തെ കംസ് ടു ലൈഫ്, അവരെ എങ്ങനെയാണ് വീണ്ടും പുനർജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്, എങ്ങനെ അവരെ സംസ്കരിച്ച് മൂല്യവത്തായി കിടക്കാം. ആഫ്റ്റർ ഇറ്റ്സ് ഡീഗ്രേഡേഷൻ, അവരുടെ അധപതനത്തിന് ശേഷം എങ്ങനെ തകർന്നു കിടക്കുന്ന ഈ ജനങ്ങളെ വീണ്ടും ഉന്നതിയിലേക്ക്, നന്മയിലേക്ക്, സമൃദ്ധിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ഇതാണ് ചോദിക്കുന്നത്. ഇതേ അവസ്ഥയായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ വരുമ്പോഴും. ആ ജനത ആത്മീയമായി മരിച്ചു കിടക്കുകയായിരുന്നു. അവർ അധപതനത്തിൻ്റെ മേൽ അധപതനം, അവരെ എങ്ങനെയാണ് സമുദ്ധരിച്ചു കൊണ്ടുവരുന്നത്? അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം എങ്ങനെയാണ് ആ ജനതയെ സമുദ്ധരിക്കാൻ ശ്രമിച്ചത് എന്നുള്ളത് സംബന്ധമായിട്ട് അല്ലാഹു തആല ഈ വചനങ്ങളിലൂടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അറിവ് കൊടുക്കുകയാണ്. അപ്പോൾ എങ്ങനെ ഇതിനെ റെഡിയാക്കിയെടുക്കാം, അദ്ദേഹത്തിന് അതിനൊരു സാക്ഷ്യം വഹിക്കണം. അങ്ങനെ തൻ്റെ അനദഅവത്തു അബി ഇബ്രാഹിം, എൻ്റെ പിതാവായ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥനയുടെ ഫലമാണ് ഞാനെന്ന് പറഞ്ഞ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഇങ്ങനെ നശിച്ച് നാമാവിശേഷമായി കിടന്ന ഒരു ജനതയെ, ഒരു സമൂഹത്തെ അദ്ദേഹത്തിന് സന്താന പരമ്പരകളും എങ്ങനെ ആത്മീയമായി ഉയർത്തിക്കൊണ്ടുവരാമെന്നത് സംബന്ധിച്ചാണ് അദ്ദേഹം അല്ലാഹു തആലയോട് ചോദിക്കുന്നത്. അതിന് നിനക്ക് എന്നിൽ വിശ്വാസമില്ലേ? ഉണ്ട് വിശ്വാസം. അത് പാരത്രിക ലോക ജീവിതത്തിലുള്ള യാതൊരു, ഈ കിടക്കുന്ന ജനതയെ എങ്ങനെ സംസ്കരിച്ച് കൊണ്ടുവരാൻ പറ്റും, അത് സംബന്ധമായിട്ടാണ് അദ്ദേഹം വിലാതിപ്പെടുന്നത്. ഇതിൻ്റെ ബാക്കി വിശദീകരണങ്ങളുമായി അല്ലാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നാളത്തെ പ്രഭാതത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. വളരെ ശ്രദ്ധേയമായ ഒരു വിഷയമാണ്.
എങ്ങനെയാണ് ആത്മീയ ഇത് പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരിലേക്കും ഈ ഖുർആൻ വചനം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും ആത്മീയമായി അധപ്പതിച്ച് കിടക്കുകയാണ്. അതിൽ ആ അധപ്പതനത്തിൽ നിന്നും എങ്ങനെ നമുക്ക് ഉയർച്ചയിലേക്ക് സമൃദ്ധിയിലേക്ക് വന്നെത്താൻ കഴിയും എന്നുള്ളത് സംബന്ധമായിട്ടാണ് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഇതിൻ്റെ ബാക്കി വിശദീകരണം കൂടി കേട്ട് കഴിയുമ്പോൾ നമുക്ക് വ്യക്തമായ ഒരു ചിത്രീകരണവും നമ്മുടെ അവസ്ഥ എന്താണെന്നും നമുക്ക് ബോധ്യമാവും. നമ്മുടെ അവസ്ഥ ബോധ്യമാകാത്തിടത്തോളം കാലം മറ്റുള്ളവരുടെ ഒരു അവസ്ഥ നമുക്ക് ഒരിക്കലും ബോധ്യമാവുകയില്ല. ഇതിൻ്റെ എല്ലാം നല്ല വിശദീകരണമാണ് ഈ കാലഘട്ടത്തിൽ അല്ലാഹു തആല നിയോഗിച്ച നിയോഗിതൻ മാനവ സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അവരെ സമുദ്ധരിക്കുന്നതിന് ലോകജനത മുഴുവൻ അധപ്പതനത്തിൽ, ആത്മീയ അധപ്പതനത്തിൽ ആഴ്ന്നു കിടക്കുകയാണ്. അവരെ എങ്ങനെ മുൻകാലങ്ങളിൽ കൊണ്ടുവന്നു, ഇപ്പോഴും അതെങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും, അതിൻ്റെ വ്യക്തമായ തെളിവുകളും വിശദീകരണങ്ങളും ജ്ഞാനങ്ങളുമായിട്ട് നമ്മുടെ ഇമാം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. അല്ലാഹു തആല നമ്മുടെ ഇമാമിന് ദീർഘായുസ്സും ജ്ഞാനവിജ്ഞാനങ്ങൾ കൊണ്ട് സമ്പന്നമായ ആത്മീയ ചൈതന്യവും നൽകി നമ്മളെ നേർവഴിയിൽ നടത്തുവാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും അനുഗ്രഹീതമായ റമളാൻ മാസമാണ്. പകൽ രാത്രികൾ മാക്സിമം നമ്മൾ വിശുദ്ധ ഖുർആനിലൂടെയും അതിൽ പറയുന്ന കൽപ്പനകൾ അനുഷ്ഠിച്ചുകൊണ്ടും അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുക. അതിനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. ജസാക്കുമുല്ലാഹു ഹസനുൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.